ഇനി വെറും 2 മാസം. ഈ 2 മാസത്തിനുള്ളിൽ ആപ്പിളിലെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിട്ടുള്ള ഐഫോൺ 18 പ്രോ മാക്സ്, അൾട്ര ഇതെല്ലാം റിലീസ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു ആപ്പിൾ ഫാൻ അല്ലെങ്കിൽ ഒരു ആപ്പിൾ യൂസർ എന്ന നിലയിൽ സെപ്റ്റംബർ മാസം പൊതുവേ നമുക്ക് വളരെ തിരക്കുള്ള മാസമാണ്. പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചുകൾ, OS അപ്ഡേറ്റുകൾ ഇതെല്ലാം ആ ഒരൊറ്റ ടൈമിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ ഐഫോൺ 18 സീരീസിൽ നമുക്ക് ലഭിക്കുന്ന 12 പുതിയ ചേഞ്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് വൺ, ഡിസൈനിൽ നിലവിലുള്ള ഐഫോൺ 17 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം യാതൊരു ഡിസൈൻ വ്യത്യാസങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം 2-3 വർഷം സിമിലർ ആയിട്ടുള്ള ഡിസൈൻ ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നത് ആപ്പിളിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതുതന്നെ നമുക്ക് ഇവിടെയും കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയർ 2027 ആപ്പിൾ ഐഫോൺ 20 റിലീസ് ചെയ്യുവാണ്. കാരണം ആപ്പിളിൻ്റെ 20th ആനിവേഴ്സറിയാണ്. 10th ആനിവേഴ്സറിക്കായിരുന്നു ഐഫോൺ 10 ആപ്പിൾ റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത്. അതുവരെ നമ്മൾ കണ്ടുവന്ന ഐഫോൺ ഡിസൈൻ ലാംഗ്വേജിൽ നിന്ന് വലിയൊരു ജമ്പായിരുന്നു ഐഫോൺ 10 എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങോട്ട് വന്ന 10 സീരീസിലും നമുക്ക് വലിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയും ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഓരോ പുതിയ അഡ്വാൻസ് ടെക്നോളജികൾ കൊടുത്തു, ചേഞ്ചുകൾ കൊണ്ടുവന്നു എന്നല്ലാതെ വലിയ വാസ്റ്റ് ഡിസൈൻ ചേഞ്ചുകൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല. എന്നാൽ ഐഫോൺ 20ലേക്ക് വരുമ്പം നെക്സ്റ്റ് ഇയർ കാര്യമായിട്ടുള്ള മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള പുതിയ ലീക്സും റൂമേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നീട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഡിസൈനിലേക്ക് വരുമ്പം ആകെ വരാൻ പോകുന്നൊരു മാറ്റം, ഇത് അലുമിനിയം ഷാസിയാണ്. കഴിഞ്ഞ വർഷം ഐഫോൺ 17 സീരീസിലാണ് അലുമിനിയം ഷാസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 17 സീരീസിൽ അലുമിനിയം കൊണ്ടുവന്നുകൊണ്ട് തന്നെ പ്രോ സീരീസിൽ വന്നൊരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറ ബമ്പിന് ഡാർക്ക് ഷെയ്ഡ് ഓഫ് ബ്ലൂവും ഈ ബാക്കി ഈ ഒരു ഏരിയയിൽ ഗ്ലാസ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഓഫ് ബ്ലൂ ആണ്. സോ ഈ ഒരു കളറിൽ ഒരു മിസ് മാച്ച് അല്ലെങ്കിൽ ഡ്യുവൽ ടോൺ എന്നുള്ളത് ആപ്പിൾ മാറ്റി ഒരു യുണീക്ക് കളർ എല്ലായിടത്തും കൊണ്ടുവരും എന്നുള്ളൊരു ഓവറോൾ ലുക്കിൽ ഒരു ചേഞ്ചാണ്. ഇത് ഒഴിച്ചു നിർത്തിയാൽ ഓവറോൾ ഡിസൈൻ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഇതേ രീതിയിലായിരിക്കും. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല അൺലെസ് ഇഫ് യു ആർ ലുക്കിംഗ് ഫ്രം ദ സൈഡ് ഓർ ഫ്രണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൈഡ് പ്രൊഫൈലിൽ കാര്യമായിട്ടുള്ളൊരു തിക്നെസ് കൂടാൻ പോവുകയാണ് എന്നുള്ളതാണ് നമുക്ക് ലേറ്റസ്റ്റ് ലീക്കിൽ അറിയാൻ സാധിച്ചത്. കാരണം ബിഗർ ബാറ്ററി, അതോടൊപ്പം തന്നെ പുതിയ ക്യാമറ ടെക്നോളജി കൊണ്ടുവരുന്നു. ഈ 2 കാരണം കൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈലിൽ തിക്നെസ് കൂടും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഫ്രണ്ടിൽ നമുക്ക് പുതിയ ഡൈനാമിക് ഐലൻഡ്, കാരണം ഇപ്പമുള്ള ഈ ഒരു ഡൈനാമിക് ഐലൻഡ് മാറി 30-35% സ്മോളർ ഡൈനാമിക് ഐലൻഡ് ആയിരിക്കും ഐഫോൺ 18 പ്രോയിൽ വരാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യത്യാസം വളരെ ഈസിലി ഐഡൻറ്റിഫയബിൾ ആണ്. അപ്പം സൈഡ് പ്രൊഫൈലിലും ഫ്രണ്ടിലുമാണ് കാര്യമായിട്ടുള്ളൊരു ഡിസൈൻ ചേഞ്ച് പെട്ടെന്ന് നമുക്ക് 18 ആണോ 17 ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ കളേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം 17 പ്രോയിനെ ട്രെൻഡിങ് ആക്കിയ കളറാണ് കോസ്മിക് ഓറഞ്ചും അതോടൊപ്പം തന്നെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബ്ലൂ. ഈ 2 കളേഴ്സും ആപ്പിൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അതിന് പകരം ഒരു ഡാർക്ക് ചെറി കളറാണ് ഈ ഇമേജിൽ കാണുന്ന പോലത്തെ ഡാർക്ക് ചെറി കളറും എലോങ് വിത്ത് ദാറ്റ് ഒരു ലൈറ്റ് ബ്ലൂ കളർ. ഐഫോൺ 13 പ്രോയിൽ വന്നിരുന്ന ആ ഒരു സിയറ ബ്ലൂവിന് സിമിലർ ആയിട്ടുള്ളൊരു ലൈറ്റ് ബ്ലൂ കളറും ആൻഡ് സിൽവർ ആസ് യൂഷ്വൽ ഡീപ്പ് ബ്ലാക്ക് സ്പേസ് ഗ്രേ കളറും ആണ് പുതിയ 18 പ്രോയുടെ ലൈനപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. 4, ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പം ഈ ലുക്കും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ആയിരിക്കും. ക്യാമറ പ്ലേസ്മെൻറ്റ്സും എല്ലാം ഇത് തന്നെ ആയിരിക്കും. പക്ഷേ പുതിയ ക്യാമറ സെൻസേഴ്സ് ആയിരിക്കും ആപ്പിൾ കൊടുക്കുന്നത്. ഇപ്പോൾ നിലവിൽ 17 പ്രോയിൽ സോണിയുടെ 3 IMX903 എന്ന് പറയുന്ന സെൻസേഴ്സാണ് ഈ 3 സെൻസേഴ്സും കൊടുത്തിരിക്കുന്നത്. 48 മെഗാ പിക്സലിൻ്റെ 3 സെൻസേഴ്സ്. എന്നാൽ പുതിയ 18 പ്രോയിലേക്ക് വരുമ്പം IMX905 എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 3 48 മെഗാ പിക്സൽ സെൻസേഴ്സ് ആയിരിക്കും 18 പ്രോയിൽ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ കാരണം ബെറ്റർ ആയിട്ടുള്ള ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അതോടൊപ്പം തന്നെ വേരിയബിൾ ആപ്പറേച്ചറിന് കേപ്പബിൾ ആണ് ഈ ഒരു IMX905 എന്ന് പറയുന്ന സെൻസേഴ്സ്. ഈ വേരിയബിൾ ആപ്പറേച്ചർ എന്ന് പറയുന്നതാണ് ഇതിൽ 5ാമത്തെ കാര്യം. ക്യാമറ വരാൻ പോകുന്ന മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഐഫോൺ 18 പ്രോയുടെ വേരിയബിൾ ആപ്പറേച്ചറാണ്. ഈ വേരിയബിൾ ആപ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഐഫോണിൽ നമ്മൾ പോർട്രേറ്റ് മോഡിൽ ഫോട്ടോസ് ആൾക്കാരെടുക്കാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഫോക്കസ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ ബ്ലറായിരിക്കും. ആ ബ്ലർനെസ് നമുക്ക് എടുത്ത ഫോട്ടോയുടെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കാരണം കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫിയാണ് അവിടെ വർക്കാകുന്നത്. കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി വെച്ച് സബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഡെപ്ത്ത്, ബ്ലർനെസ്സിൻ്റെ ഡെപ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതുകൊണ്ടാണ്. അത് സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള ഒരു ഗിമിക്കാണ്. എന്നാൽ ഒരു വേരിയബിൾ ആപ്പറേച്ചർ എന്ന് പറയുന്നത് മാനുവൽ സെറ്റപ്പാണ്. ഒരു സെൻസറിലേക്ക് ലെൻസ് വഴി വെട്ടം കയറുന്നതിൻ്റെ ആ ഒരു ഡെപ്തിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ആപ്പറേച്ചർ ഉപയോഗിച്ചിട്ടാണ്. സോ അങ്ങനെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഐഫോൺ 18 പ്രോയിലേക്ക് വരുമ്പം അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നുമല്ല. ഹോണർ പോലുള്ള അല്ലെങ്കിൽ ഹുവാവേ പോലുള്ള കമ്പനികൾ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. പക്ഷേ ആപ്പിളിനെ സംബന്ധിച്ചോളം ആപ്പിൾ അത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടായിരിക്കും ഐഫോൺ 18 പ്രോയിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഫ്യൂച്ചർ മറ്റുള്ള മോഡൽസിലേക്കും ആപ്പിൾ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇത് വരുന്നതുകൊണ്ട് ക്യാമറയിൽ ലഭിക്കാൻ പോകുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എവിടെയാണെന്ന് വെച്ചാൽ, ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
ലോ ലൈറ്റ് പെർഫോമൻസ്, ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസ്. കാരണം വൈഡ് ആംഗിൾ സെൻസറിൻ്റെ ലെൻസിനെ നമുക്ക് മാനുവലി ആപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബോക്കയോടൊപ്പം തന്നെ ബെറ്റർ ആയിട്ടുള്ള 1.4 ആണ് ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ ആപ്പർച്ചർ, ആൻഡ് ഇതിൻ്റെ ഏറ്റവും കൂടിയ ആപ്പർച്ചർ 2.8 മുതൽ മുകളിലേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ ഒരു കൺട്രോൾ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം വെട്ടം നമുക്ക് സെൻസറിലേക്ക് കൊടുക്കാൻ സാധിക്കും. സോ ലോ ലൈറ്റ് പെർഫോമൻസ് രാത്രിയിലൊക്കെ നൈറ്റ് ഫോട്ടോസൊക്കെ എടുക്കുമ്പം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നൈറ്റ് മോഡ് ഫോട്ടോസും ലോ ലൈറ്റ് ഫോട്ടോസും ഒക്കെ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് 7 ഡിസ്പ്ലേ, ബെറ്റർ ഡിസ്പ്ലേ. നിലവിൽ iPhone 17 Proയിലുള്ള LTPO പാനൽ വരുന്ന ഒരു 120 Hz റീഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന LED OLED ഡിസ്പ്ലേ ആണ്. എന്നാൽ 18 Proയിലേക്ക് വരുമ്പം ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ, അതായത് ബെറ്റർ എഫിഷ്യൻസി, പവർ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന LTPO പ്ലസ് എന്ന് പറയുന്ന ഡിസ്പ്ലേ പാനലായിരിക്കും iPhone 18 Proയിനെ പവർ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനേക്കാൾ മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ LTPO പ്ലസ് എന്ന് പറയുന്ന ഡിസ്പ്ലേ പാനൽസ് ആയിരിക്കും iPhone 18 Proയിൽ വരുന്നത്. സോ LTPO പ്ലസിലൂടെ ഒരു എഫിഷ്യൻറ്റ് ബാറ്ററി ഫീച്ചർ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു എഫിഷ്യൻസി, ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സ് നമുക്ക് LTPO പ്ലസ് പാനലിലൂടെ ലഭിക്കുന്നതാണ്. 8 സെറാമിക് ഷീൽഡ്. കഴിഞ്ഞ വർഷം iPhone 17 Pro റിലീസ് ചെയ്തപ്പോഴാണ് ആപ്പിൾ സെക്കൻഡ് ജനറേഷൻ സെറാമിക് ഷീൽഡ് ഫ്രണ്ടിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഇന്ന് ഈ നിമിഷം വരെ ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ പോലും ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടില്ല. പൊതുവേ ഏത് ഫോൺ വാങ്ങിയാലും ഞാൻ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഫ്രണ്ടിൽ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പതിവാണ്. പക്ഷേ ഇതുവരെ ആ ഒരു കോൺഫിഡൻസ്, ഇത് തന്നിട്ടുള്ള ഒരു കോൺഫിഡൻസ് കാരണം ഞാൻ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് പോലും 17 Proയിൽ യൂസ് ചെയ്തിട്ടില്ല. പൊതുവേ സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതാണ് സെറാമിക് ഷീൽഡ് 2. സോ അത് റെയറിലേക്കും വരുവാണ്, അതായത് ബാക്കിലേക്കും 18 Proയിലേക്ക് വരുവാണ്. ആൻഡ് 9th വൺ, സിംപ്ലിഫൈഡ് ക്യാമറ കൺട്രോൾ. ആപ്പിൾ ഇപ്പം നിലവിൽ കഴിഞ്ഞ 2 ജനറേഷനിലും നമുക്കറിയാം ക്യാമറ കൺട്രോൾ ഫീച്ചേഴ്സ് ബട്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആളുകളുടെ യൂസേജ് നമുക്കറിയാം പെട്ടെന്നൊന്നും അല്ലെങ്കിൽ അധികം ആളുകളും യൂസ് ചെയ്യാറില്ല എന്ന് വേണം പറയാൻ. ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുണ്ട്, കാരണം ഞാൻ ലോക്ക് സ്ക്രീനിൽ ക്യാമറ ആക്സസിബിൾ ഇട്ടിട്ടില്ല. സോ എല്ലാ പ്രാവശ്യവും ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ വഴി ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു യൂസബിലിറ്റിനെ ബെറ്റർ ആക്കുന്ന, ഒപ്റ്റിമൈസ് ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലേക്ക് ക്യാമറ കൺട്രോൾ ബട്ടനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു iPhone 18 Proയിൽ. ആൻഡ് 10th 18 Proയുടെ ഇൻറ്റേർണൽസ്. സോ ഇൻറ്റേർണലിലേക്ക് വരുമ്പം ഇതിനെ പവർ ചെയ്യാൻ പോകുന്ന ആപ്പിളിൻ്റെ പുതിയ 2 nm ആർക്കിടെക്ചറിൽ വരുന്ന TSMCയുടെ A20 Pro എന്ന് പറയുന്ന ചിപ്പായിരിക്കും. A20 എന്നുള്ള പേര് ആപ്പിളിൻ്റെയാണ്, പക്ഷേ അതിൽ വരുന്ന ആർക്കിടെക്ചർ 2 nm ചിപ്സെറ്റ് ആയിരിക്കും. സോ 2 nm ചിപ്സെറ്റിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ചിപ്സെറ്റ് ആയിരിക്കും ആപ്പിൾ ഈ ഒരു A20 Proയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ഇയർ ഇറങ്ങാൻ പോകുന്ന iPhone 20യിൽ ഈ ഒരു 2 nm അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് ചിപ്പായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതൊരു 2 nm ആർക്കിടെക്ചറാണ്. അതിൻ്റെ ഓവറോൾ പാക്കേജിൽ വ്യത്യാസം വരാൻ പോകുന്നു. ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നു. പെർ സെക്കൻഡിലുള്ള പ്രോസസ്സിംഗ് സ്പീഡ് കൂടാൻ പോകുന്നു. കാരണം AI എന്നുള്ളത് വലിയ മാറ്റങ്ങളാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് AI പ്രോസസ്സിങ്ങിന് കൂടുതൽ പ്രോസസ്സിംഗ് പവർ വേണം. അതോടൊപ്പം തന്നെ ബെറ്റർ പവർ എഫിഷ്യൻസി എന്നുള്ളതും ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. സോ ഒരു പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ടെക്നോളജി ആപ്പിൾ 18 Proയിൽ കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ A20 Pro എന്ന് പറയുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുക്കുന്നു. ഒപ്പം തന്നെ ഇതിന് പവർ ചെയ്യാൻ പോകുന്ന റാം 12 GB റാം ആയിരിക്കും, ബോത്ത് ഓൺ 18 Pro ആൻഡ് Pro Max. ആൻഡ് നമ്പർ 10 മോഡം, നെറ്റ്വർക്ക് മോഡം. C2 എന്ന് പറയുന്ന ആപ്പിളിൻ്റെ പുതിയ ഇൻഹൗസ് ചിപ്പായിരിക്കും നെറ്റ്വർക്ക് മോഡമായിട്ട് 18 Proയിൽ ആപ്പിൾ കൊടുക്കാൻ പോകുന്നത്. സോ ബെറ്റർ പെർഫോമൻസ് ഇൻ ഓവറോൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ബെറ്റർ പെർഫോമൻസും എഫിഷ്യൻസിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് C2ൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ആയിരിക്കും. അതായത് സാറ്റലൈറ്റിൻ്റെ ട്രാക്കിംഗ് ഉപയോഗിച്ച് നമുക്ക് മെസ്സേജോ SMS എമർജൻസി കോളുകളോ ചെയ്യാനല്ല, ഇത് നോർമൽ നെറ്റ്വർക്ക് കോളിങ് നമുക്ക് സാറ്റലൈറ്റ് കണക്ടിവിറ്റി ത്രൂ ചെയ്യാൻ സാധിക്കുന്ന കേപ്പബിലിറ്റി C2 മോഡത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരിക്കും. ആൻഡ് ഇതിനെ പവർ ചെയ്യാൻ ഇതിൻ്റെ കോ പ്രോസസ്സറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് N2 എന്ന് പറയുന്ന ചിപ്പായിരിക്കും. അതാണ് പുതിയ വൈഫൈ ടെക്നോളജി, ബ്ലൂടൂത്ത്, NFC ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ആപ്പിളിൻ്റെ തന്നെ N2 ചിപ്പാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ വാച്ചിലെല്ലാം വന്നിരുന്നത് ഈ ഒരു N2 ചിപ്പാണ്. ആൻഡ് നമ്പർ 12 പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു റൂമറാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്നുള്ളത്. അത് നമുക്ക് അപ്പാടെ ഉപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം കറൻ്റ്ലി നമുക്കറിയാം ആപ്പിളും മറ്റ് പല ബ്രാൻഡുകളും അവരുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു പ്രോഡക്റ്റുകളുടെ. ഇന്ത്യയിൽ നമുക്കറിയാം വളരെ ചീപ്പായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന പല പ്രോഡക്റ്റുകളുടെയും ആപ്പിൾ പ്രോഡക്റ്റുകളുടെയും പ്രൈസ് ഇപ്പം ആപ്പിൾ ഇൻക്രീസ് ചെയ്തു. വേറെ നിവർത്തിയില്ല, കാരണം ഗ്ലോബൽ മാർക്കറ്റിൽ AI ബൂമിങ് കാരണം നമുക്ക് ഗ്രാഫിക്സും അതോടൊപ്പം തന്നെ റാമുകളുടെയൊക്കെ പ്രൈസ്, മെമ്മറീസ് പ്രൈസുകളെല്ലാം ഹൈക്ക് ചെയ്തു. ഏകദേശം $100 to $200 ഒരു പ്രൈസ് ഇൻക്രീസ് നമുക്ക് ഈ വർഷം
ഐഫോണുകളിൽ എക്സ്പെക്ട് ചെയ്യാം. സോ പ്രൈസ് ഹൈക്ക് എന്നുള്ളത് ഡെഫിനറ്റ് ആണ്. സോ ഈ കാര്യങ്ങളെല്ലാമാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഐഫോൺ 18 സീരീസിനെ പറ്റിയുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys on the next one. Until then, peace.